ICT-യിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ വർഷം കാണുമ്പോഴും പുതിയ പുതിയ ടെർമിനോളജീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഏരിയ കൂടിയാണ് ICT. സോ ICT വളരെ ഷോർട്ട് ആയിട്ടുള്ള ചെറിയൊരു സിലബസ് മാത്രമാണ് ICT-യുടെ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ലൈക്ക് കമ്പ്യൂട്ടർ ടെർമിനോളജീസ്, പിന്നെ മെമ്മറി, അങ്ങനെ ICT എനേബിൾഡ് ലേണിംഗ്, അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ തരത്തിലുള്ള കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്ന, സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, എന്നാലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റെലവെന്റ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറന്റ്ലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ എനിവേ ടുഡേ വിൽ ബി ഡിസ്കസിങ് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടോപ്പിക് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ് ആണ്. സോ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു സോ ദാറ്റ്, റൈറ്റ്? കണ്ടിരുന്നോ ക്വസ്റ്റ്യൻസ്? കണ്ടില്ല ചെയ്യാം. ഓക്കെ, ഓൾറെഡി ടീച്ച്മെന്റ് ആപ്പിൽ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോ റീസെന്റ് 7 മണിക്ക് തന്നെ എൻ്റെ ഒരു MCQ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ ദി സെഷൻ യു ഹാവ് ടു ഡു ദാറ്റ്. എല്ലാ MCQസും ഇനി ഞാൻ ഒരു ദിവസം ടൈം വയ്ക്കുന്നുള്ളൂ. ബിക്കോസ് ആരും തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. വളരെ ഡിലേ ആണ്. പതുക്കെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. എന്തായാലും ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ചെയ്തു പോകുക കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ അതായത് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ് ആണ്. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഏരിയയിൽ നമുക്ക് വേണ്ടത്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബേസിക് ടേംസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. സോ വാട്ട് ഈസ് ഇറ്റ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടേം വിച്ച് റിഫേഴ്സ് ടു ദി ഇൻസ്ട്രക്ഷൻ നീഡഡ് ടു മേക്ക് എ കമ്പ്യൂട്ടർ വർക്ക്. സോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കൊടുക്കുന്ന കോഡുകൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ്സിനെയാണ്, ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. ഓക്കെ, നമുക്ക് ഒരിക്കലും തൊട്ട് നോക്കാനോ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ദി സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ നോൺ ആസ് എ പ്രോഗ്രാം. ഇത്തരം സോഫ്റ്റ്വെയർ കളക്ഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു പ്രോഗ്രാം എന്ന് കൂടി നമുക്ക് വിളിക്കാം. ഓൾസോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഫയൽസ് which are used to perform various actions on the computer. So basically ഇത് ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഫയൽസ് എന്ന് വേണമെങ്കിലും പറയാം. ബേസിക്കലി ഒരു പ്രോഗ്രാം ആണ് വിച്ച് എനേബിൾസ് സംതിങ്, അതായത് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് സോഫ്റ്റ്വെയർ എന്നോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്നോ വിളിക്കാം. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ഇസ് ദി ജനറിക് നെയിം ഫോർ ഓൾ പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ വിളിക്കുന്ന ആ ഒരു ജനറിക് നെയിം ആണ് software. Okay, so these codes will be interpreted by ഹാർഡ്വെയറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ സെറ്റ് ഓഫ് കോഡ്സിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിവേ ഓർക്കുക, ഇത്തരം സോഫ്റ്റ്വെയർസിലേക്ക്, അതായത് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുന്നത് ഒന്നെങ്കിൽ ജാവ, C++, പേൾ, കൊബോൾ, അങ്ങനെയുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജിനെ പറ്റിയുള്ള ജസ്റ്റ് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ അതിനെ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ബിക്കോസ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആ രീതിയിലായിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ ചോദിക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ സം എക്സാമ്പിൾസ് ആർ ഗിവൺ. ജാവ, C++, പേൾ പോലുള്ള അല്ലെങ്കിൽ കൊബോൾ പോലുള്ള എല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ദെൻ ബാക്ക് ടു ദി ബേസിക് തിങ്. സോഫ്റ്റ്വെയറിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. One is system software and second one is application software. So system software എന്ന് പറഞ്ഞാൽ it is concerned with the computer itself. അതായത് നമ്മുടെ ബേസിക് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും, കമ്പ്യൂട്ടറിന്റെ അതിന്റെ റോളുകൾ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ലൈക്ക് ഡിവൈസ്, ഫയൽ, സ്റ്റോറേജ് മാനേജ്മെന്റ്, എറർ കറക്ഷൻ പോലുള്ള ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ നിലനിർത്തുന്നത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ്. ഓക്കെ, so it is the main piece of system software is called operating system. Okay, so system softwareും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ബേസിക് ലെവൽ ഫംഗ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ വാട്ട് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇസ് ദി പ്ലാറ്റ്ഫോം ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് ബൈ, അത് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം
അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ദി ഡ്രൈവിംഗ് പ്രോഗ്രാം ഓഫ് ദി കമ്പ്യൂട്ടർ. ബേസിക്കലി കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവൽ പ്രോഗ്രാം എന്ന് പറയാം. അതിന് ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മറ്റ് പ്രോഗ്രാമുകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർസിനെയും സോഫ്റ്റ്വെയർസിനെയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ ഓൾ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസിനെയും ഹാർഡ്വെയർസിനെയും, മീൻസ് ഇപ്പോൾ നമ്മളൊരു പ്രിന്റർ നമ്മളുടെ കമ്പ്യൂട്ടർ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു. അതൊരു പ്രിന്ററാണ്, പ്രിന്റർ വർക്ക് ചെയ്യുന്ന ഈ രീതിയിലാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമല്ലോ. അതിനു വേണ്ടിയുള്ള കോഡുകൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിലാണ്. ആ സോഫ്റ്റ്വെയറിനെയും അതേപോലെ നമ്മൾ ഈ പറയുന്ന പ്രിന്ററിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്താണ് പറയുന്നത് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, സോ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ ഓൾ പ്രോഗ്രാംസ് ആൻഡ് ദി കറസ്പോണ്ടിങ് ഹാർഡ്വെയർ. ദെൻ ഇറ്റ് കൺട്രോൾസ് ടൈമിംഗ് ആൻഡ് സീക്വൻസ് ഓഫ് ഇവന്റ്സ്. ഏത് ഇവന്റ് ആദ്യം കണ്ടക്ട് ചെയ്യണം, ഏത് ഇവന്റ് നെക്സ്റ്റ് വരണം, ആ സീക്വൻസിങ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ ഏത് ടൈമിംഗ് പെർഫെക്റ്റ് ടൈമിംഗിലാണ് കൺട്രോൾ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതും എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. ദെൻ ഇറ്റ് മാനേജസ് ഡേറ്റ ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയാം. സോ എക്സാമ്പിൾസ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വിൻഡോസ്, ദെൻ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. സോ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ജസ്റ്റ് ആ കൺസെപ്റ്റ് ഓർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മീൻസ് സിസ്റ്റത്തിനെ അതിന്റെ ഈ കമ്പ്യൂട്ടർ എന്നുള്ള ആ റോള് പെർഫോം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ബേസിക് എലമെന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി ഡ്രൈവിംഗ് പ്രോഗ്രാം ദാറ്റ് എനേബിൾസ് ദി കമ്പ്യൂട്ടർ ടു വർക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദെൻ വാട്ട് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? സോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി വേൾഡ് ഔട്ട്സൈഡ് ദി കമ്പ്യൂട്ടർ. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. വേറാസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പുറത്ത് അഡീഷണലി നമ്മൾ ആ പറയുന്ന നമ്മളുടെ എനി പർപ്പസ് മെഷീനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന മറ്റേത് ആക്ടിവിറ്റി ആയാലും അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടിയാണ്. ലൈക്ക് വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ എക്സൽ, സ്പ്രെഡ്ഷീറ്റ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് പാക്കേജ് യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം അഡീഷണലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ടോടുകൂടിയാണ് റൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു ബേസിക് കമ്പ്യൂട്ടറിന്റെ ബേസിക് റോളിൽ നിന്ന് പുറത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ആപ്ലിക്കേഷൻസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് സപ്പോർട്ടോടുകൂടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഗീവ്സ് ദി കമ്പ്യൂട്ടർ ദി ജനറൽ പർപ്പസ് നേച്ചർ. ബിക്കോസ് കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഇറ്റ്സ് എ ജനറൽ പർപ്പസ് മെഷീൻ എന്നാണ്. ആ ജനറൽ പർപ്പസ് നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് ഏത് തരത്തിലുള്ള പ്രോഗ്രാമും അല്ലെങ്കിൽ ഏത് ആവശ്യത്തിന് വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ യൂസ്ഡ് ഫോർ തിങ്സ് യു വാണ്ട് യുവർ കമ്പ്യൂട്ടർ ടു ഡു. ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയാണോ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യം അതിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മേ ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അക്കൗണ്ടിങ് പാക്കേജ്, ഒരു അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ അക്കൗണ്ടിങ് പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് SAPO അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാലിയോ. ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് അവിടെ പറയാം. ഓക്കെ, സോ ആർക്കിടെക്ചർ പാക്കേജോ അങ്ങനെ ഇതെല്ലാം അതിനൊരു എക്സാമ്പിൾസ് ആണ്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോഫ്റ്റ്വെയർ രണ്ടായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ കൺസെപ്റ്റും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൺസെപ്റ്റും ക്ലിയർ ആയോ? Yes, sir. Clear. Okay, let's move on. ഒരു ചെറിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, വളരെ ഈസി ഉള്ള ഏരിയാസ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ഡാഷ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? Application software ആണ് സാറേ. എക്സാക്ട്ലി, കണക്ട്സ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന്റെ പർപ്പസ് ഇതാണ്, ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്, മറ്റ് പ്രോഗ്രാമുകൾക്ക് റൺ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഹാർഡ്വെയറിനെയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ചെയ്യുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി.
let me move on. I'll show you another one. MS Office, Photoshop, Animagic are examples of. These are some previous questions. Applications. So these are Applications of Application software. application software. ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് മുമ്പ് കണക്റ്റഡ് ഏരിയയിൽ നിന്നും. ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് അഡീഷണലി ഓർക്കാൻ വേണ്ടി മാത്രം MS Office, Photoshop, Animagic ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. MS Office എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മൈക്രോസോഫ്റ്റിന്റെ ഒരു ബണ്ടിലാണ്. ഇൻക്ലൂഡ്സ് സോഫ്റ്റ്വെയർസ് ലൈക്ക് MS Word, MS Excel, MS PowerPoint, Outlook, Access, OneNote പോലുള്ള കുറെ സോഫ്റ്റ്വെയർസിന്റെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർസിന്റെ ഒരു കളക്ഷൻ ആണ് MS Office എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എനിവേ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ യൂസേജുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറിനെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ. So let's see what is it. Public domain software is a software that is not protected by a copyright, and so there is no particular owner or the author has given up his ownership rights. അതായത് ഇത്തരം സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ പബ്ലിക് ഡൊമൈൻ എന്ന് പറയുന്ന തരത്തിൽ ആ ഒരു കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. അല്ലെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഓണറെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഓണർ ഓൾറെഡി അതിന്റെ ഓണർഷിപ്പ് റൈറ്റ്സ് പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞു, കോപ്പി റൈറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ സോഫ്റ്റ്വെയർ ആര് വേണമെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് വിച്ച് ഈസ് ഫ്രീലി അവൈലബിൾ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ്, നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ എനി കോപ്പി റൈറ്റ്സ്, ആൻഡ് there is no particular owner. ഒരു പെർട്ടിക്കുലർ ഓണർ ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. അല്ലെങ്കിൽ ആ ഓതർ ആരാണോ അദ്ദേഹം അതിന്റെ ഓണർഷിപ്പ് റൈറ്റ്സ് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, അദ്ദേഹം അത് ഉപേക്ഷിച്ചു, വിട്ട് കളഞ്ഞിരിക്കുകയാണ്. സോ ഇത്തരം സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ഈ സോഫ്റ്റ്വെയർസ് വിൽ ബി അവൈലബിൾ ഫോർ എവരിവൺ ടു യൂസ്. ഓക്കെ, അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ടൈപ്പ്. ലെറ്റ്സ് മൂവ് ഓൺ. സെക്കൻഡ് ടൈപ്പിലേക്ക് പോകുന്നു. സെക്കൻഡ് ടൈപ്പ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ ഗൈസ് ആർ ഫോളോയിങ് മീ റൈറ്റ്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു, ഫർദർ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു സോഫ്റ്റ്വെയർസിന്റെ. ആ ക്ലാസിഫിക്കേഷൻ പ്രകാരം നമ്മൾ ഒരു ടൈപ്പ് കണ്ടു, പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ. സെക്കൻഡ് ടൈപ്പ് ഈസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ്, ഇപ്പോ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പേര് പറയാൻ പറ്റുമോ? വിക്കിപീഡിയ അല്ലേ? എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ പ്രൈവറ്റ് പാർട്ടീസിന്റെ അതാണോ? നോ 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 ഫോസ്, FOSS, ഫോസ്. ഓക്കെ, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. നമ്മളിപ്പോ ICT ഡിസ്കസ് ചെയ്യുമ്പോൾ ICTയുടെ ഭാഗമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ഇനിയിപ്പോ നമ്മളിപ്പോ പ്രൈവറ്റ് പാർട്ടീസിന്റെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാതെ ഗവൺമെന്റിന്റെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഫോസ് പ്ലാറ്റ്ഫോം. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് അണ്ടർ എ ലൈസൻസ് ദാറ്റ് മേക്സ് ദി സോഴ്സ് കോഡ്, ദാറ്റ് ഈസ് ദി പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, ഫ്രീലി അവൈലബിൾ ടു ദി എൻഡ് യൂസർ. നിങ്ങളുടെ ആരുടെ മൈക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓഫ് ആക്കിയേക്ക് എല്ലാവരും. ഞാൻ ചോദിക്കുമ്പോൾ ഓൺ ആക്കിയാൽ മതി. സോ എനിവേ, നമ്മുടെ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ആ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കോഡ് ഓപ്പൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. എഡിറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ആ സോഫ്റ്റ്വെയറിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി ഒരു ലൈസൻസ് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ആദ്യം ഒരു ലൈസൻസ് എന്നുള്ള രീതിയിൽ പേയ്മെന്റ് നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രോഗ്രാം മേടിക്കുന്നത്. പക്ഷെ പിന്നീട് നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, ട്രാൻസ്ഫർ ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ സോഫ്റ്റ്വെയറിനെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സച്ച് എ ലൈസൻസ് ഓപ്പൺ എൻകറേജസ് ദി യൂസർ ടു മോഡിഫൈ ദി സോഴ്സ് കോഡ് ആസ് ലോങ് ആസ് ദി മോഡിഫിക്കേഷൻ ഇസ് മെയ്ഡ് ഫ്രീലി അവൈലബിൾ ടു അതർ യൂസേഴ്സ് ആസ് വെൽ. അതായത് നമുക്ക് ഈ പറയുന്ന സോഴ്സ് കോഡ് നോർമലി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന കൺസെപ്റ്റ് തന്നെ ഫ്രീ എന്നുള്ള രീതിയിലാണ്. അതിൽ
സംശയമൊന്നും വരരുത്. ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് തന്നെ നമുക്ക് തിരുത്താം. നമ്മളുടെ യൂസറിന് ആവശ്യമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത്തരം സോഫ്റ്റ്വെയർസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേഞ്ച് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ മാറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം, മറ്റുള്ളവർക്കും പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് ഓപ്പൺ സോഴ്സിൽ വരുന്നത്. സോ എനി ചേഞ്ച് ഇഫ് വി മെയ്ഡ് ദാറ്റ് വിൽ ബി അവൈലബിൾ ടു എവരിവൺ. ആ ഒരു കൺസെപ്റ്റ് ആണ്. സോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇസ് ജനറലി ഈസ് അവൈലബിൾ അറ്റ് നോ ചാർജ്. ഫ്രീ ആയിട്ടാണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. ലിനക്സ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലിനക്സ് ഒരു എക്സാമ്പിൾ ഓർക്കുക. അതേപോലെ യു നീഡ് ടു റിമെമ്പർ വേർഡ് പ്രസ്, ഫ്രീ ഓഫീസ്, ലിനക്സിന്റെ കേർണൽ സോഫ്റ്റ്വെയർ, അതോടൊപ്പം മോസല്ല ഫയർഫോക്സ്. ഈ സോഫ്റ്റ്വെയർസ് എല്ലാം ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഐ തിങ്ക് 2 or 3 times റീസെന്റ് തന്നെ ചോദിച്ചു കഴിഞ്ഞു. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഓർക്കുക. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആർ ഫ്രീലി അവൈലബിൾ ടു ദി എൻഡ് യൂസർ. ദാറ്റ്സ് ദി കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? Open and public domain. Okay, fine. Let's move on. Next type is proprietary software. Closed source എന്ന് വിളിക്കും. Closed source. ഓപ്പൺ സോഴ്സും ക്ലോസ്ഡ് സോഴ്സും ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മതി. So proprietary software programs are applications in which all rights are retained by the developer or publisher. അതായത് ഇത് ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും പബ്ലിഷർ തന്നെ റീറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ MS ഓഫീസ്, ഇറ്റ്സ് എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, റൈറ്റ്? നമ്മളത് കാശ് കൊടുത്ത് മേടിച്ചാലേ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് അതിന്റെ കോപ്പി റൈറ്റ് പൂർണ്ണമായിട്ടും പബ്ലിഷർ റീറ്റെയിൻ ചെയ്യുവാണ്. സോ ദേ ആർ ടിപ്പിക്കലി ക്ലോസ്ഡ് സോഴ്സ്. സോഴ്സ് കോഡ് വിൽ നോട്ട് ബി അവൈലബിൾ ടു എനിവൺ, മീനിങ് ഡെവലപ്പർ ഡസ് നോട്ട് പ്രൊവൈഡ് ദി സോഴ്സ് കോഡ് ടു എനിവൺ ഔട്ട്സൈഡ് ദി കമ്പനി. അവരുടെ കമ്പനിക്ക് പുറത്ത് ഒരാൾക്കും ഈ സോഴ്സ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ അവാസ്റ്റിന്റെ എല്ലാ സോഫ്റ്റ്വെയർസും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. വിൻഡോസിന്റെ എല്ലാ സോഫ്റ്റ്വെയർസും, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ സോഫ്റ്റ്വെയർസും, അഡോബിന്റെ എല്ലാ സോഫ്റ്റ്വെയർസും, ഇവയെല്ലാം തന്നെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നാലാമത്തെ ടൈപ്പ് ഷെയർവെയർ. ഷെയർവെയർ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് ചാർജ് ഓൺ എ ട്രയൽ ബേസിസ്. ട്രയൽ ആയിട്ട് നമ്മൾ 14 ദിവസത്തേക്കുള്ള ട്രയലൊക്കെ സാധാരണ രീതി കേൾക്കാറുള്ളതാണ്. 14 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 മാസം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വി വിൽ ഹാവ് ടു മേക്ക് എ ഫീ പേയ്മെന്റ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. സോ കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് ചാർജ് ഓൺ എ ട്രയൽ ബേസിസ്, യൂഷ്വലി വിത്ത് ദി കണ്ടീഷൻ ദാറ്റ് യൂസർ പേ എ ഫീ ഫോർ ദി കണ്ടിന്യൂഡ് യൂസ് ആൻഡ് സപ്പോർട്ട്. തൽക്കാലം നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. 14 ദിവസം കഴിഞ്ഞിട്ട് ട്രയൽ പീരീഡ് കഴിയുമ്പോൾ വി വിൽ ഹാവ് ടു മേക്ക് എ ഫീ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഷെയർവെയർ. അടുത്ത കാറ്റഗറി ഫ്രീവെയർ ആണ്. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിതൗട്ട് ചാർജ് ആൻഡ് വിച്ച് മേ ബി റീഡിസ്ട്രിബ്യൂട്ടഡ് വിതൗട്ട് ചാർജ് ബൈ ഇറ്റ്സ് യൂസേഴ്സ്. സോഫ്റ്റ്വെയർ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അത് വേറെ ആൾക്കും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഹൗഎവർ ദി ഓണർഷിപ്പ് is retained by the developer who may change future releases from freeware to freeware. അതാണ് കൺസെപ്റ്റ്. ഇപ്പൊ തൽക്കാലം ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ട്രയൽ പീരീഡ് ഒന്നുമില്ല, ഇപ്പൊ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് വേണമെങ്കിൽ അവർക്കത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം. അതായത് അതിന്റെ കോപ്പി റൈറ്റ് പൂർണ്ണമായിട്ടും ഓണറുടെ കയ്യിൽ തന്നെയാണ്, അദ്ദേഹം അത് വിട്ടുകൊടുത്തിട്ടില്ല. ക്ലോസ്ഡ് സോഴ്സ് ആണ്. സോഫ്റ്റ്വെയർ താൽക്കാലികമായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫ്യൂച്ചറിൽ അദ്ദേഹം അതിനെ ഫ്രീവെയർ ആക്കി മാറ്റാം. ഡെവലപ്പർക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ പുള്ളി കയ്യിൽ വെച്ചിട്ടുണ്ട്. അതായത് കോപ്പിറൈറ്റ് ആർക്കും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കോപ്പിറൈറ്റ് റീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീവെയർ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞ 5 ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ്: പബ്ലിക് ഡൊമൈൻ, ഓപ്പൺ സോഴ്സ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഷെയർവെയർ ആൻഡ് ഫ്രീവെയർ. ഏതെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയൂ. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഫ്രീവെയർ ഇപ്പൊ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല.
പക്ഷെ അതിന്റെ ഓണർ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓണർ ഉണ്ട്, അദ്ദേഹം അതിന് കംപ്ലീറ്റ് ആയിട്ട് കോപ്പിറൈറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ റിലീസുകൾ വരുമ്പോൾ, പുതിയൊരു വെർഷൻ അദ്ദേഹം ഇറക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഫീ വെയർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഫീ, ദർ വിൽ ബി എ ഫീ. ഇപ്പൊ നിലവിൽ തൽക്കാലത്തേക്ക് ഫീസ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ എഡിഷൻസിനോ ഫ്യൂച്ചർ വെർഷൻസിനോ ഫീ ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ വെയർ എന്ന് പറയുന്നത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഓക്കെ. ശരി, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ഒരു MCQ നമുക്ക് കാണാം. സോഫ്റ്റ്വെയർ ദാറ്റ് യു ക്യാൻ ഡൗൺലോഡ് ഫോർ ഫ്രീ ബട്ട് ഹൗ ടു പേ ടു കണ്ടിന്യൂ ഇറ്റ്സ് യൂസ് ആഫ്റ്റർ എ ട്രയൽ പീരീഡ് ഈസ് കോൾഡ്. Shareware. Okay. Shareware. Shareware is the right answer. മറ്റൊരു question. Which of the following is an example of proprietary system software? Microsoft Office. Read the question well. Windows. Yeah, very good. Read the question. അല്ലാതെ നമുക്ക് തെറ്റിക്കുന്ന പ്രശ്നം അതാണ്. ഇവിടെ പൂർണ്ണമായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ഈസ് റൈറ്റ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് റൈറ്റ്, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഈസ് റൈറ്റ്, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ആയാലും റൈറ്റ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ബിക്കോസ് വി ഹാവ് ഓൾറെഡി സെഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, റൈറ്റ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ബേസിക് എലമെന്റ്. സോ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണോ? ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. ലിനക്സ് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബട്ട് ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് അത് അവിടെ കിടപ്പുണ്ടല്ലോ. മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് കിടപ്പുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, പെയ്ഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് അതിനെ പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്, നിങ്ങൾ അതിനെ കണ്ടെത്തണം റൈറ്റ് ആൻസർ ഏതാണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, WWW, ഡിവൈസ് ഡ്രൈവർ, IP, 3 കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ you will be able to match, right? ഒന്ന് ട്രൈ ചെയ്യും. ഏതാണ് റൈറ്റ് ഓപ്ഷൻ പറയണേ. എന്നിട്ട് ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 2. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഐറ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ സോഫ്റ്റ്വെയർ നമ്പർ 2 അല്ലേ? Peripherals that control peripherals and processor time. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ വിച്ച് കൺട്രോൾസ് പെരിഫറൽസ്. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെരിഫറൽസിനെയും പറയാം, എല്ലാ ഹാർഡ്വെയർസിനെയും നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ആൻഡ് പ്രോസസർ ടൈം, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇതെല്ലാം സഹായിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, റൈറ്റ്? രണ്ടാമതായിട്ട് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് ഈസ് എ സർവീസ് ദാറ്റ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ്. ഫൈൻ. On the internet. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്, കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. അതിൽ നിന്നുമാണ് നമുക്ക് ഡിഫറെന്റ് വെബ് പേജുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ ഡിവൈസ് ഡ്രൈവർ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ പീസിനെയാണ് നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ USB ആദ്യമായിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഡ്രൈവ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സോഫ്റ്റ്വെയർ അവിടെ റൺ ചെയ്യും. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇതൊരു USB ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സോഫ്റ്റ്വെയറിനെ, ആ ഒരു ഹാർഡ്വെയർ പീസിനെ വർക്ക് ചെയ്യിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതെങ്കിലും ഒരു അഡീഷണൽ ഹാർഡ്വെയർ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സോഫ്റ്റ്വെയറിന് സപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെ ആ ഒരു സപ്പോർട്ട് സെപ്പറേറ്റ് ഹാർഡ്വെയറിനെ
വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ എലമെന്റ്സിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കൺട്രോൾ എ പീസ്. എ പീസ് മീൻസ് എ പീസ് ഓഫ് ഹാർഡ്വെയർ, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ എലമെന്റ് എന്നുള്ള രീതിയിലാണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരു പീസിനെ കൺട്രോൾ ചെയ്യിപ്പിക്കുക, അതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഐ പി എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ആണ്. സോ ഇറ്റ് ഡിഫൈൻസ് ദി നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റൂട്ടിംഗ് പാക്കറ്റ്സ്. അതായത് നമ്മളിപ്പോൾ മെയിലുകൾ അയക്കുമ്പോഴും അതേപോലെ മെയിലുകൾ മാത്രമല്ല, ഡേറ്റ ട്രാൻസ്ഫറിനകത്ത് ആ ഡേറ്റ ട്രാൻസ്ഫർ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ട്രാൻസ്ഫറും കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് IP. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഈ കൺസെപ്റ്റുകൾ ഒന്ന് കാണിക്കാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് an interface between computer user and computer hardware and controls execution of all types of program. സോ നമുക്ക് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു, യൂസറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇന്റർഫേസ് പ്രകാരം എല്ലാ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെയും സോഫ്റ്റ്വെയർസിനെയും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അവയുടെ വർക്കിങ്ങിനെയും എക്സിക്യൂഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ an operating system is a software that performs all the basic tasks like file management, memory management, processor management, handling inputs and outputs, controlling of peripheral devices such as disk drives, printers പോലുള്ള എല്ലാ ഇതും കൺട്രോൾ ചെയ്യുക തുടങ്ങിയുള്ള എല്ലാ ബേസിക് ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദെൻ സം പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻക്ലൂഡ് ലിനക്സ്, വിൻഡോസ്. ദെൻ കുറെ പഴയതായിട്ട് നമുക്ക് വേറെ പറയാം VMS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക്. അതേപോലെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം 400 എന്ന് പറയുന്നതുണ്ട്, AIX ഉണ്ട്. സോ there are many. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തേക്കാം. ഇനി വേൾഡ് വൈഡ് വെബിലേക്ക് വന്നു കഴിഞ്ഞാൽ, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് പോപ്പുലർലി നോൺ ആസ് വെബ്, ദി ലീഡിംഗ് ഇൻഫർമേഷൻ റിട്രീവൽ സർവീസ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ ഏറ്റവും ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് സർവീസ് എന്ന് പറയാം. ടിം ബേർണേഴ്സ്-ലീ ആണ്. ടിം ബേർണേഴ്സ്-ലീ അദ്ദേഹമാണ് ഈ ഒരു വേൾഡ് വൈഡ് വെബ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഒരു കോപ്പിറൈറ്റും വയ്ക്കാതെ പൂർണ്ണമായിട്ടും ലോകത്തിന് വിട്ട് തന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ സർവീസ്. അത് ആ സർവീസ് കൺസെപ്റ്റിൽ തന്നെ വിട്ട് തന്ന ഒരു എലമെന്റ് കൂടിയാണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, സോ ദി വെബ് ഗീവ്സ് യൂസർ ആക്സസ് ടു എ വാസ്റ്റ് അറേ ഓഫ് ഡോക്യുമെന്റ്സ് which are connected to each other by means of hypertext or hypermedia links. So hypertext എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഒപ്പം തന്നെ ഇമേജസ്, വീഡിയോസ് ഒക്കെ വരുവാണെങ്കിൽ, ഓഡിയോസ് ഒക്കെ വരുവാണെങ്കിൽ അത് ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. നമ്മൾ മൾട്ടിമീഡിയ എന്നൊക്കെ പറയുന്ന അതേ കൺസെപ്റ്റ്. സോ അത്തരം ഹൈപ്പർ ടെക്സ്റ്റ് വരുന്ന എല്ലാ എലമെന്റ്സ് ഉള്ള കുറെ വെബ് പേജുകളുടെ കളക്ഷൻ ആണ് യഥാർത്ഥത്തിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു സർവീസ് ആണ്, ഇന്റർനെറ്റിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു സർവീസ്. ദെൻ നെക്സ്റ്റ് ഇസ് ഡിവൈസ് ഡ്രൈവർ, മോർ കോമൺലി നോൺ ആസ് ഡ്രൈവർ. ഡ്രൈവർ എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. ഡിവൈസ് ഡ്രൈവർ ഓർ ഹാർഡ്വെയർ ഡ്രൈവർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഫയൽസ് that enable one or more hardware devices to communicate with the computer's operating system. So ഹാർഡ്വെയറിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ഹാർഡ്വെയർ എന്താണെന്നും എങ്ങനെയാ വർക്ക് ചെയ്യുന്നതും ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് പൂർണ്ണമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ഡ്രൈവേഴ്സ് the computer would not be able to send and receive data directly to the hardware devices because it won't be able to understand what the program is അല്ലെങ്കിൽ what the hardware is എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടണം. അത് എന്നാൽ മാത്രമേ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പ്രോസസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മൊത്തം ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിവൈസ് ഡ്രൈവറിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിവൈസ് ഡ്രൈവർ. ദെൻ കംസ് IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് IP. ഈച്ച് ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു ദി ഇന്റർനെറ്റ് നീഡ്സ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വിത്ത് വിച്ച് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് IP അഡ്രസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്
ഈ പറയുന്ന IP അഡ്രസ്. ഓക്കെ, so IP address are made up of binary values and drive the routing of all data over the internet. ഇന്റർനെറ്റ് വഴിയുള്ള ഡേറ്റ ട്രാൻസ്ഫറിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ IP അഡ്രസ് ആണ്. ദീസ് ആർ ബൈനറി വാല്യൂസ് കേട്ടോ. ആ ബൈനറി വാല്യൂസ് വഴിയാണ് എങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും അതനുസരിച്ച് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതും. So when connected to the internet, IP address allows the computers to send and receive information. So information സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ബേസിക് പ്രോട്ടോകോളിനെയാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദി കൺസെപ്റ്റ്സ് ആർ ക്ലിയർ. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂസിംഗ് എലമെന്റ് ഉണ്ടെങ്കിൽ പറയൂ. No, sir. ഓക്കെ, Clear, sir. അപ്പോൾ അടുത്ത ഏരിയയിലേക്ക് പോവാം. നെക്സ്റ്റ് we'll be discussing about some cyber crimes. Start with phishing. എന്താണ് ഫിഷിംഗ്? കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈബർ ക്രൈം in which a target or targets are contacted by email, telephone or text message by someone posing as a legitimate institution to lure individuals into providing sensitive data such as their personally identifiable information, banking information or credit card details and passwords. So നമ്മൾ പലപ്പോഴും നേരിടാറുള്ള ഒരു പ്രശ്നമാണ് ഫോൺ കോൾ ചെയ്തിട്ട് ചില ആളുകൾ നമ്മളോട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് റിന്യൂ ചെയ്യണം, അതിനുവേണ്ടി ക്രെഡിറ്റ് കാർഡിന്റെ മുകളിലുള്ള നമ്പറും പുറകിലുള്ള നമ്പറും ഒക്കെ പറയാനൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം ഫിഷിംഗ് ആണ്. അതായത് നമ്മളുടെ കയ്യിൽ നിന്നും ഒരു ലെജിറ്റിമേറ്റ് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന വാക്യം കൊണ്ട് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. വാട്ട് ഈസ് ഫിഷിംഗ്? ക്ലിയർ അല്ലേ? ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹം ഒരു ലെജിറ്റിമേറ്റ് എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, either by ഇമെയിൽ, ടെലിഫോൺ ഓർ ടെക്സ്റ്റ്. അതിനുശേഷം നമ്മളുടെ കയ്യിൽ നിന്നും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ആക്ടിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സണലി വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലി റെലവെന്റ് ആയിട്ടുള്ള ഇപ്പൊ ആധാർ ഇൻഫർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ഫ്രോഡ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള എന്ത് ആക്ട് ചെയ്താലും അത് ഫിഷിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫിഷിംഗ്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് മാൽവെയർ. വാട്ട് ഈസ് മാൽവെയർ? മാൽവെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്റ്റീവ് നെയിം ഫോർ എ നമ്പർ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ വേരിയൻസ്. മാൽവെയർ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാൽവെയർ എന്ന് പറയുന്ന ടേം. മാൽവെയർ എന്ന് പറയുന്നത് കളക്റ്റീവ് നെയിം. മലീഷ്യസ് സോഫ്റ്റ്വെയർസിന് കൊടുത്തിരിക്കുന്ന കളക്റ്റീവ് നെയിമാണ് മാൽവെയർ. സോ ദർ ആർ ഡിഫറെന്റ് മലീഷ്യസ് സോഫ്റ്റ്വെയർസ്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറസ് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണല്ലോ. അതേപോലെ റാൻസം വെയർ അല്ലെങ്കിൽ സ്പൈവെയർ, ഇവയെല്ലാം മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ്. ഇത്തരം സോഫ്റ്റ്വെയർസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് മാൽവെയർ. ഓക്കെ, ഷോർട്ട് ഹാൻഡ് ഫോർ malicious software. Malware typically consists of a code developed by cyber attackers designed to cause extensive damage to data and systems or to gain unauthorized access to a network. So ഒരു കോഡായിരിക്കും, പർട്ടിക്കുലർ കോഡായിരിക്കും. ഈ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യാനാകാം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് കയറിപ്പെടാനായിരിക്കാം, അതുവഴി നമ്മളുടെ ഏതെങ്കിലും ഡേറ്റ ചോർത്തിയെടുക്കാനൊക്കെയുള്ള ശ്രമമായിരിക്കാം. ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ മലീഷ്യസ് സോഫ്റ്റ്വെയർസ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? സൈബർ അറ്റാക്കേഴ്സ് നമ്മളുടെ ഡേറ്റ ചോർത്തിയെടുക്കാൻ വേണ്ടിയോ നമ്മളുടെ ഡേറ്റ ഡാമേജ് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോഡ്സിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് മാൽവെയർ. സോ മാൽവെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ വൈറസ് ആണ്. സോ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാൽവെയർ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം സച്ച് ആസ് എ ഡോക്യുമെന്റ് which can replicate and spread after an initial execution on the target system where human interaction is required. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഓർക്കണം.
കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ടത്, നോർമലി കമ്പ്യൂട്ടർ വൈറസ് ആണെങ്കിൽ അത് മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്തേ വരും. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോങ് ഡൗൺലോഡ് ചെയ്യുന്നു. ആ സോങ് എന്ന് പറയുന്ന ഡോക്യുമെന്റിന്റെ ഒപ്പമാണ് ഈ വൈറസ് കയറി വരിക, ഒറ്റയ്ക്ക് വരില്ല. ഫസ്റ്റ് തിങ്. സോ ദിസ് മാൽവെയർ ഈസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. ഒരു ഡോക്യുമെന്റോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് വരിക. രണ്ടാമതായിട്ട് വിച്ച് ക്യാൻ റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ റിപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് there must be an initial execution by the user, then only it will replicate. മനസ്സിലായോ? നമ്മൾ ആദ്യം ഒരു എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്ലിക്ക് ചെയ്യണം. റൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനൊക്കെ ആയിരിക്കും നോർമലി വരിക. നമ്മളെ പറയാതെ റണ്ണിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ക്ലിക്കിലാണ് എക്സിക്യൂഷൻ സംഭവിക്കുന്നത്. സോ യൂസറിന്റെ ഇന്ററാക്ഷനോട് കൂടി മാത്രമേ യൂസർ അവിടെ വന്നു കഴിഞ്ഞാൽ യൂസറിന്റെ ഇന്ററാക്ഷനോട് കൂടി മാത്രമേ ഈ പ്രോഗ്രാം സ്പ്രെഡ് ആവൂ. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. A computer virus is a malware which is attached to another program, such as maybe a document, which can replicate and spread only after an initial execution on the target system where human interaction is required. User അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുള്ള ഇൻസ്ട്രക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനിലൂടെ മാത്രമേ ഈ പ്രോഗ്രാം റിപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങൂ. ഓക്കെ, so many viruses are harmful and can destroy data, slow down system resources, and even lock clean keystrokes. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതായത് മേ ബി നമ്മളുടെ സിസ്റ്റം ഡേറ്റ നശിപ്പിച്ച് കളയാം. നമ്മുടെ റിസോഴ്സസ്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സ്ലോ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. കീസ്ട്രോക്സ് വർക്ക് ചെയ്യാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ വൈറസ് കയറിയതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് വൈറസ്. അതുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു മാൽവെയർ ആണ് വോം. എന്താണ് വോം? ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിൽ ചില ടേംസ് യൂസ് ചെയ്തിരുന്നു. അതായത് കമ്പ്യൂട്ടർ വൈറസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം എന്ന് പറഞ്ഞു, ഒരു ഫയലോടൊപ്പം അറ്റാച്ച് ചെയ്തായിരിക്കും വരികയാണ്. എന്നാൽ വോം ആണെങ്കിൽ വേമിന് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാമാണ്. വേറൊന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആവണമെന്നില്ല, തനിയെ കയറി വരും. സോ കമ്പ്യൂട്ടർ വേം ഈസ് എ standalone malware computer program that replicates itself without human interaction. വൈറസ് ആണെങ്കിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം, യൂസർ ഒരു ക്ലിക്ക് ചെയ്യണം. വേറാസ് ഈ കമ്പ്യൂട്ടർ വോം ആണ് കയറുന്നതെങ്കിൽ സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും. സോ ദാറ്റ് റിപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് in order to spread to other computers. It often uses a computer network to spread itself. അതായത് ഇതുമായി കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്ന വേറെ ഏതൊക്കെ സിസ്റ്റംസ് ഉണ്ടോ അവയിലെല്ലാം സ്വയം സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഒരു യൂസർ ഇന്ററാക്ഷൻ ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസിനെ, മാൽവെയർസിനെയാണ് വോംസ് എന്ന് പറയുന്നത്. സോ നോർമലി ഒരു സെക്യൂരിറ്റി ഫെയിലിയർ സംഭവിക്കുമ്പോൾ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇല്ല, അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം കമ്പ്യൂട്ടർ വേംസ് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്ക് വഴി എത്തുന്നത്. സോ relying on security failures on the target computer to access it. It will use the machine as a host to scan and infect other computers. ഏത് മെഷീനിലാണോ ആദ്യം കയറുന്നത് അതിനെ ഹോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് മെഷീനുകളെ സ്കാൻ ചെയ്യുകയും അതിനകത്ത് ഇൻഫെക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് കമ്പ്യൂട്ടർ വേം. സോ കമ്പ്യൂട്ടർ വേമും കമ്പ്യൂട്ടർ വൈറസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഓർക്കുക. കമ്പ്യൂട്ടർ വൈറസ് ആണെങ്കിൽ it will be attached to another program. Normally it will be attached to another program, എന്നിട്ട് മാത്രമേ വരൂ. എന്നാൽ കമ്പ്യൂട്ടർ വേം ആണെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. എന്നാൽ കമ്പ്യൂട്ടർ വൈറസ് ഇനീഷ്യൽ എക്സിക്യൂഷൻ യൂസർ ആവശ്യമാണ്. എന്നാൽ കമ്പ്യൂട്ടർ വേമിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ യൂസറിന്റെ ആവശ്യമില്ല, സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ദെൻ അതുമായിട്ട് വൈറസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന, എന്നാൽ വൈറസിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു ഐറ്റമാണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുമ്പോൾ a type of malware that is often disguised as a legitimate software. What is the difference between a Trojan and virus എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറസ് നമ്മൾ പറഞ്ഞു അത് ഒരു ഒറിജിനൽ പ്രോഗ്രാമിന്റെ ഒപ്പം ഇങ്ങോട്ട് വരും. ട്രോജൻ എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോഗ്രാം ആണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. ഓക്കെ,
ലൈക്ക് നമ്മളിപ്പോൾ ഒരു മൂവി ഇന്റർനെറ്റിൽ കാണുന്നു, മൂവി ആണെന്ന് തോന്നിയിട്ട് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യും. പക്ഷെ മൂവിക്ക് പകരം വരുന്നത് ട്രോജൻ ഹോഴ്സ് ആയിരിക്കും. ഇതാണ് ട്രോജനും വൈറസും തമ്മിലുള്ള വ്യത്യാസം. വൈറസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് മറ്റൊരു പ്രോഗ്രാമിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നു, അതോടൊപ്പമാണ് വൈറസ് വരുന്നത്. എന്നാൽ ട്രോജൻ ഹോഴ്സ് ആ പ്രോഗ്രാം ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഓക്കെ, സോ എ ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ. ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പുള്ളി നമ്മുടെ അടുത്തേക്ക് വരിക. Then Trojans can be employed by cyber thieves and hackers trying to gain access to user system. നമ്മുടെ സിസ്റ്റത്തില് ഇപ്പൊ നോർമലി സൈബർ ഹാക്കേഴ്സ് ഒക്കെ ഡേറ്റ ചോർത്തിയെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ട്രോജൻ വരാം. Then users are typically tricked by some form of social engineering into loading and execution of Trojans in their system. So basically യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവരതൊരു പാട്ടാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ട്രിക്കിലൂടെയാണ് ട്രോജൻ നമ്മളുടെ സിസ്റ്റത്തിലെത്തുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ട്രോജൻ ഹോഴ്സ്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ലോജിക് ബോംബ്. ലോജിക് ബോംബ് എന്താണെന്നറിയൂ? ലോജിക് ബോംബ് എന്ന് പറയുന്നത് എ കോഡ്, അഗൈൻ എ കോഡ്. ഈ കോഡ് പ്രകാരം ഇൻ കേസ് എന്തെങ്കിലും ഒരു മലീഷ്യസ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശിവാജി മൂവി ഉണ്ടാണോ? ശിവാജി രജനീകാന്തിന്റെ പഴയ മൂവി കണ്ടിട്ടില്ലേ? കുറച്ചാൾ മുമ്പത്തെ. ആരും കണ്ടിട്ടില്ല? നിങ്ങൾ വോയിസ് ഒന്നും കാണാത്ത ആൾക്കാരാണോ? കുറവാ സാറേ കാണുന്നത്. ഇനി എങ്ങനെ പറഞ്ഞു തരുന്നത്? നിങ്ങൾക്ക് സിമ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. വല്ലപ്പോഴും ടി വി മൂവിയൊക്കെ കാണും കേട്ടോ. ഓക്കെ, എനിവേ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കാത്ത നമ്മളുടെ കമ്പ്യൂട്ടർ മറ്റൊരാൾ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിക്കാം, ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഇതിനകത്ത് കുറേ സീക്രട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോഡ് ആകുന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം പ്രകാരം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ഫയലും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കും. ദാറ്റ് ഈസ് അങ്ങനെ ചെയ്യുന്ന ഒരു മാൽഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന അത്തരം കോഡുകളെയാണ് നമ്മൾ ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ലോജിക് ബോംബ് ഇസ് എ പീസ് ഓഫ് കോഡ് intentionally inserted into a software system that will set off a malicious function when specified conditions are met. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കണ്ടീഷൻ, ലൈക്ക് 3 പ്രാവശ്യം കോഡ് തെറ്റിയെന്ന് വിചാരിക്കാം. കോഡ് തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒറിജിനൽ കോഡ് അറിയാം. അതേസമയം കോഡെന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ പാസ്വേഡ് ഇല്ലേ, സെക്യൂരിറ്റി കോഡ്. സോ അത് നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല മറ്റൊരാൾ അടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മൊത്തം പ്രോഗ്രാം ഡിലീറ്റ് ആക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, അതിനെ നമുക്ക് ലോജിക് ബോംബ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ ഇപ്പൊ ചില പ്രോഗ്രാമേഴ്സ് ഒക്കെ ചെയ്യുന്ന ചില മലീഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അവരെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ, തിരിച്ചുവിട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോജിക് ബോംബ് ആക്ടിവേറ്റ് ചെയ്യും. അവരുടെ കമ്പ്യൂട്ടറിൽ അവർ ചെയ്ത എല്ലാ പ്രോഗ്രാംസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി കളയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ലോജിക് ബോംബിന് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. എ പ്രോഗ്രാമർ മേ ഹൈഡ് എ പീസ് ഓഫ് കോഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഡിലീറ്റിംഗ് ഫയൽസ് like should they ever be terminated from the company. കണ്ടോ, അങ്ങനെയുള്ള കോഡുകളെ സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിസ്ട്രോ ചെയ്യാവുന്ന ഫയൽസിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Okay, sir. Yes, sir. Then next is spyware. Spyware പേര് തന്നെയുണ്ട്. നമ്മൾ അറിയുക പോലുമില്ല, നമ്മളുടെ കമ്പ്യൂട്ടറിൽ കയറും, ഡേറ്റാസ് ചോർത്തിക്കൊണ്ട് അങ്ങ് പോകും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. സോ സ്പൈവെയർ ഇസ് ആൻ അൺവാണ്ടഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻഫിൽട്രേറ്റ്സ് യുവർ കമ്പ്യൂട്ടർ ഡിവൈസ്, സ്റ്റീലിംഗ് യുവർ ഇന്റർനെറ്റ് യൂസേജ് ആൻഡ് ഡേറ്റ ആൻഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. Spyware is classified as a type of malware that is a malicious software designed to gain access to or damage your system, often without your knowledge. നമ്മൾ അങ്ങനെ ഒരു ഐറ്റം വന്നതോ പോയതോ ഒന്നും അറിഞ്ഞെന്ന് വരില്ല. ഐറ്റം വരുന്നു, അതിന് വേണ്ട ഡേറ്റ എന്താണോ അത് ചോർത്തിയെടുക്കുന്നു, അത് പോകുന്നു. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാമേജ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാൻ വരുന്നത്. അത്തരം സോഫ്റ്റ്വെയർസും സ്പൈവെയറിന് എക്സാമ്പിൾ ആണ്.
ഓക്കെ, ദെൻ അടുത്തത് റാൻസം വെയർ. ഓക്കെ, റാൻസം ആ പേരിൽ തന്നെ ഉണ്ട്, റാൻസം. ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് റാൻസം മേടിച്ചിട്ട് വിട്ട് കൊടുക്കുന്ന രീതി, അതേ കാര്യം തന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ ഇടയിലും വരാം. റീസെന്റ് ഉണ്ടായല്ലോ ഒരു യൂറോപ്പില്, റീസെന്റ് യൂറോപ്പില് റാൻസം വെയർ അറ്റാക്സ് ഉണ്ടായിരുന്നു. 2010 തോന്നുന്നു. വനാക്രൈ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നോ ഇഷ്യൂസ്. ഇല്ല No, സർ. sir. സെഷൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക റാൻസം വെയർസ് എക്സാമ്പിൾസ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, കണക്റ്റഡ് ആയിട്ട്. സോ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻഫെക്ട്സ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ഡിസ്പ്ലേസ് മെസ്സേജസ് ഡിമാൻഡിങ് എ ഫീ. നമ്മളിപ്പോൾ ആൾക്കാരെ തടഞ്ഞു കൂട്ടിയിട്ടൊക്കെ ഫോൺ ചെയ്തിട്ട് ഇത്ര രൂപ വന്നാലേ വിട്ടയക്കും എന്ന് പറയില്ലേ, അതേ കാര്യം തന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ ഇടയിൽ നടക്കാം. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് കളയും. നമുക്ക് പിന്നെ ഒരു ഇൻഫർമേഷനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമായിരിക്കും, ഇത്ര തുക ഇത്ര ഈ അക്കൗണ്ടിലേക്ക് പേ ചെയ്യുക, പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടർ ഫ്രീ ആകൂ. അങ്ങനെ കമ്പ്യൂട്ടറിനെ ബ്ലോക്ക് ചെയ്യുന്ന, അത്തരം ഇൻഫെക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ക്ലാസ് ഓഫ് മാൽവെയർ ഇസ് എ ക്രിമിനൽ മണി മേക്കിംഗ് സ്കീം that can be installed through descriptive links in an email message, in instant message or website. ഏത് രീതിയിലും വരാം. നമുക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കാം, മെസ്സേജ് അറിയാതെ നമ്മൾ ഓപ്പൺ ആക്കിയാൽ തന്നെ ചിലപ്പോൾ അത് റാൻസം വെയർ ആകാം. സോ റാൻസം വെയർ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാം, പിന്നെ ആ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത്രയും അവർ പറയുന്ന ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഇതാണ് റാൻസം വെയർ. ദെൻ there is something called bug. What is bug? ബഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കാര്യമല്ല കേട്ടോ. ബഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കോഡിൽ വരുന്ന എററാണ്. സോ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എ ലോജിക് എറർ ഈസ് കോൾഡ് ബഗ്. ബിക്കോസ് ലോജിക് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോഡ് ഫ്രെയിം ചെയ്യുമ്പോൾ കോഡ് പ്രോപ്പർലി എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബഗ്ഗാണ്. അതായത് എങ്ങനെയാണോ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സിൻടാക്സ് എറർ ആണെങ്കിൽ അത് ക്രാഷ് ചെയ്യും. ക്രാഷ് എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അവിടെ വർക്ക് ചെയ്യാതെ നിൽക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ക്രാഷ് ചെയ്യില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നോർമലി വർക്ക് ചെയ്യുന്ന രീതിയിലല്ല, വർക്ക് ചെയ്യേണ്ട രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ലോജിക് എറർ എന്ന് പറയും. ആ ലോജിക് എററിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എ ലോജിക് എറർ ഈസ് കോൾഡ് എ ബഗ് ഇൻ ദി പ്രോഗ്രാം ദാറ്റ് കോസസ് ഇറ്റ് ടു ഓപ്പറേറ്റ് ഇൻകറക്ട്ലി. തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നവരെ തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ബട്ട് നോട്ട് ടു ടെർമിനേറ്റ് അബ്നോർമലി. ക്രാഷ് സംഭവിക്കുന്നില്ല. സിൻടാക്സ് എറർ ആണെങ്കിൽ കോഡിൽ റിയൽ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെ ക്രാഷ് ആവും, പ്രോഗ്രാം ക്രാഷ് ആവും. പക്ഷേ പ്രോഗ്രാം ഇവിടെ ക്രാഷ് ആവുന്നില്ല, പക്ഷെ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അവിടെ ഒരു ബഗ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. സോ അൺലൈക്ക് എ പ്രോഗ്രാം വിത്ത് സിൻടാക്സ് എറർ, എ പ്രോഗ്രാം വിത്ത് എ ലോജിക് എറർ ഈസ് എ വാലിഡ് പ്രോഗ്രാം ഇൻ ദി ലാംഗ്വേജ് ദോ ഇറ്റ് ഡസ് നോട്ട് ബിഹേവ് ആസ് ഇന്റൻഡഡ്. പ്രോഗ്രാം ഒക്കെ വാലിഡ് ആണ്, പക്ഷെ എങ്ങനെയാണോ അത് ഇന്റന്റ് പെരുമാറേണ്ടത് അതേ രീതിയിൽ പെരുമാറുന്നില്ല. ചെറിയ എന്തൊക്കെയോ വേരിയേഷൻസ് വരിക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ബഗ് എന്ന് പറയും. ഓക്കെ, ദെൻ സോ ഇത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? ബഗ് വരെയുള്ള കൺസെപ്റ്റ് സർ ക്ലിയറാ. ശരി. ഇനി നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്യാതിരുന്ന ചില കാറ്റഗറീസ് കൂടി പറയാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വൺ ഈസ് അബാൻഡൻ വെയർ. പേര് തന്നെ ഉണ്ട്, അബാൻഡൻ വെയർ. എന്തായിരിക്കും അത്? അബാൻഡൻ, വേണ്ടെന്ന് ഉപേക്ഷിക്കപ്പെട്ട, റൈറ്റ്? സോ അബാൻഡൻ വെയർ റെഫേഴ്സ് ടു സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നോ ലോങ്ങർ സപ്പോർട്ടഡ് ഓർ മെയിൻറ്റെയിൻഡ് ബൈ ഒറിജിനൽ ഡെവലപ്പർ. അവരുടെ ഈ പ്രോഗ്രാമിന്റെ ഈ സോഫ്റ്റ്വെയറിന്റെ ഒറിജിനൽ ഡെവലപ്പർ ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, വേണ്ട എന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ അതിനെ അബാൻഡൻ വെയർ എന്ന് പറയാം. സോ ഓൾദോ ഇറ്റ് മേ സ്റ്റിൽ ബി അവൈലബിൾ ഫോർ ഡൗൺലോഡ്, ഇറ്റ്സ് യൂസ് മേ ബി സബ്ജക്ട് ടു കോപ്പിറൈറ്റ് കൺസിഡറേഷൻസ്. ചിലപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ബിക്കോസ് അത് ഉപേക്ഷിച്ച സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്കത് ഉപയോഗിക്കാനോ അത് ചിലപ്പോൾ പ്രോഗ്രാം ചിലപ്പോൾ റൺ ചെയ്യായിരിക്കും, പക്ഷെ സപ്പോർട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഏതെങ്കിലും രീതിയിലുള്ള എറേസ് വരുവാണെങ്കിൽ സപ്പോർട്ട് കിട്ടുന്ന അവരൊരു രീതിയിൽ ഇതിനെ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സോഫ്റ്റ്വെയർസിനെയാണ് അബാൻഡൻ വെയർ കൺസെപ്റ്റ് പറയുന്നത്.
then അതേപോലെ ബീറ്റ സോഫ്റ്റ്വെയർ ഉണ്ട്. ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രീ റിലീസ് സോഫ്റ്റ്വെയർ made available to a select group of users for testing and feedback before its official release. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ ആ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് കൊടുത്ത് സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈലറ്റ് സർവേ ഒക്കെ നടത്തില്ല. അതേപോലെ പൈലറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടി കുറച്ച് സാധാരണക്കാരിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് പറയാം. തൽക്കാലത്തേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള സോഫ്റ്റ്വെയർ, അതാണ് ബീറ്റ സോഫ്റ്റ്വെയർ. Then there is adware. Adware എന്ന് പറഞ്ഞാൽ adware is a free software that displays advertisements users while they use the application. Adware. ഓക്കെ, അതായത് സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെന്റ് കാണേണ്ടി വരും. അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ, സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ദീസ് ആഡ്സ് ജനറേറ്റ് റവന്യൂ ഫോർ ദി സോഫ്റ്റ്വെയർ ഡെവലപ്പർ. അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് വഴിയാണ്, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് വഴിയാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. വേറെ റവന്യൂസ് അല്ല. ഇവിടെ ഫീ ഒന്നും ചാർജ് ചെയ്തില്ല. ഇവിടെ ഉള്ള അഡ്വർടൈസ്മെന്റ് പക്ഷേ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് മാറാം. അത്തരം സോഫ്റ്റ്വെയർസിനെ ആഡ്വെയർ എന്ന് പറയാം. ദെൻ ദർ ഇസ് ട്രയൽ വെയർ. ട്രയൽ വെയർ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ട്രയൽ വെയറും ഷെയർ വെയറും ഓൾമോസ്റ്റ് സിമിലർ. ട്രയൽ വെയർ എന്ന് കൂടി പറയും. ട്രയൽ വെയർ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഓഫേഴ്സ് എ ലിമിറ്റഡ് ട്രയൽ പീരീഡ്. നമ്മൾ പറഞ്ഞ 14 ദിവസത്തേക്ക് ട്രയൽ പീരീഡ് കൊടുക്കും. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ളതിനെ ട്രയൽ വെയർ എന്ന് കൂടി വിളിക്കും. സെയിം കോൺസെപ്റ്റ് ആണ്. പിന്നെ ഉള്ളത് ക്ലോസ്ഡ് സോഴ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിനെ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് കൂടി വിളിക്കും. അത് ഓർത്തേക്ക്. Then there is commercial software. Commercial software is developed by a company or organization for sale, often with a specific license fee. അത് ക്ലാസിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ഒക്കെ മിക്കതും തന്നെ ആ ഒരു കാറ്റഗറി പെടുത്താം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഫീ പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന രീതിയിലുള്ള ഏതൊരു സോഫ്റ്റ്വെയറും കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്ലോസ്ഡ് സോഴ്സ് ആൻഡ് ഷെയർവെയർ ആപ്ലിക്കേഷൻസ് രണ്ടും ആകാം. ഓക്കെ, ക്ലിയർ ആണോ? അബാൻഡൻവെയർ, ബീറ്റ സോഫ്റ്റ്വെയർ, ആഡ്വെയർ, ട്രയൽ വെയർ, ക്ലോസ്ഡ് സോഴ്സ്, കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ. ഇനി ഡൗട്ട് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ട്രയൽ വെയറും ഷെയർ വെയറും ഒക്കെ ഒന്നാണോ? ഡിഫറൻസ് ഒന്ന് തന്നെ. വെറുതെ കൺസെപ്റ്റ് പ്രകാരം ഡിഫറെന്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് തന്നെ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറും ഒന്നല്ലേ? ബോത്ത് ആർ സെയിം, പക്ഷെ ആ കൺസെപ്ച്വൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വ്യൂ ചെയ്തിരിക്കുന്ന വ്യൂ പോയിന്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ സർ. ശരി, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ വേഗം ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ എന്ന് പറഞ്ഞ്. dash denotes an error in a computer program. Bugger. Okay, bug. Option B. Option B, bug. അടുത്ത question, which of the following is a type of malware intentionally inserted into a software system that will set off a malicious function when specified conditions are met? Previous question. Sorry. ട്രോജൻ ആണോ? Logic bomb. ലോജിക് ബോംബ്. ഇവിടെ ഇന്റൻഷനലി എന്നുള്ള വേർഡ് കണ്ടില്ലേ? നമ്മൾ ഇന്റൻഷനലി ഇൻസെർട്ട് ചെയ്യുന്നതാണ്, മനഃപൂർവ്വം തന്നെ ഇൻസെർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, ഒരു മലീഷ്യസ് ഫംഗ്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ള ഇഷ്ടത്തോടുകൂടിയാണെങ്കിൽ അതിനെ നമുക്ക് ലോജിക് ബോംബ് എന്ന് വിളിക്കാം. Then അടുത്തത്, with respect to computers, which of the following best describes phishing? ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയും. ഓപ്ഷൻ 4. Okay. So an attempt to acquire sensitive information for malicious reasons by masquerading as a trustworthy entity. Right. അതാണ് കൺസെപ്റ്റ്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ചോർത്തെടുക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം that spreads by inserting copies of itself into other
executable code or documents? Virus, computer virus Not too. aware of Computer virus. RAM is not there, so computer virus is the right answer. Okay, so let's move on. അടുത്ത ഏരിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് നോക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം വിത്ത് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്ന് ഓർത്തേക്കണം, അതിനുവേണ്ടിയാണ്. സോ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലൊരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടാമതായിട്ട്, it is an integrated set of specialized programs used to manage overall resources and operations of the computer. കമ്പ്യൂട്ടറിനെ പൂർണ്ണമായിട്ട് മാനേജ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയാം, it is a specialized software that controls and monitors the execution of all other programs that reside in the computer, including application programs and other system softwares. ഓക്കെ, എല്ലാ പ്രോഗ്രാമുകളെയും എക്സിക്യൂഷൻ മോണിറ്റർ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും വരും. അതുകൂടാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്ത ബാക്കി ഏതെങ്കിലും സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും വരും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയർസിനെയും കൺട്രോൾ ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മറ്റൊരു ടേം, ഫയർവാൾ. സോ വാട്ട് ഈസ് ഫയർവാൾ? എ ഫയർവാൾ ഈസ് എ സിസ്റ്റം designed to prevent unauthorized access to or from a private network. You can implement a firewall either as hardware or software form or a combination of both. അതായത് ഫയർവാൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകൾ എൻട്രി ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഫയർവാൾ ഉപയോഗിക്കാം. ആളുകൾ എന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും കമ്പ്യൂട്ടർ വൈറസുകളോ അല്ലെങ്കിൽ ലോജിക് എന്തെങ്കിലും ട്രോജനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടീസ് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ നമ്മളുടെ നെറ്റ്വർക്കിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഫയർവാൾ. ഓക്കെ, ഫയർവാൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ സോഫ്റ്റ്വെയർ, ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ടോട് കൂടിയുള്ള ഫയർവാൾ ആകാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ആകാം, പ്രൊട്ടക്റ്റീവ് ഹാർഡ്വെയർ ആകാം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആകാം. സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷനിലുള്ള ഫയർവാളും ക്രിയേറ്റ് ചെയ്യാം. ഫയർവാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഇത്രയുമേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളുടെ നെറ്റ്വർക്കിലേക്ക് പുറത്തുനിന്ന് ഒരാളും വരരുത്, പുറത്തുനിന്ന് ഒരു ആക്സസും ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി ആണ് ഫയർവാൾ. ഓക്കെ, സോ ഫയർവാൾ പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് ഇന്റർനെറ്റ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് പ്രൈവറ്റ് നെറ്റ്വർക്ക് കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ്, എസ്പെഷ്യലി ഇൻട്രാനെറ്റ്. ലൈക്ക് നമുക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇൻട്രാനെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനിക്കകത്ത് വരുന്ന ഒരു നെറ്റ്വർക്ക് ആണെന്നിരിക്കും, ലാൻഡ് കണക്ടിവിറ്റി ആണെന്നിരിക്കുക. ആ കണക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള പാർട്ടീസ് ചിലപ്പോൾ അതിനിടയിൽ വരാം, നമ്മളുടെ ഡേറ്റ ചോർത്താൻ ശ്രമിക്കാം. അങ്ങനെയുള്ള എക്സ്റ്റേണൽ പാർട്ടീസിന്റെ ആക്സസ് തടയാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഫയർവാൾ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫയർവാൾ. ദെൻ മറ്റൊരു ടേമാണ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ ബ്രൗസറും അതേപോലെ സെർച്ച് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്തേക്കാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബ്രൗസർ എന്ന് പറയുമ്പോൾ എ വെബ് ബ്രൗസർ കോമൺലി referred to as browser is a software application for accessing information on the World Wide Web. വേൾഡ് വൈഡ് വെബിൽ നിന്നും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്തെന്ന് പറയാം, വെബ് ബ്രൗസർ എന്ന് പറയാം. അതായത് when a user requests a web page from a particular website, the web browser retrieves the necessary content from the web server and then displays the page on the user's device. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ചെയ്യുന്നത് എന്താ? ക്രോം ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള വെബ് പേജുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വേൾഡ് വൈഡ് വെബിലുള്ള വെബ് പേജുകളെ നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്ന സോഫ്റ്റ്വെയർസിനെ നമുക്ക് വെബ് ബ്രൗസർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്നത് ബ്രൗസറിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. സോ ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി, ഇവയെല്ലാം ബ്രൗസർക്ക് എക്സാമ്പിൾ ആണ്. ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താ? ഒരു കീവേഡ് കൊടുത്തിട്ട് ആ കീവേഡ് ഉള്ള വെബ് പേജുകളെല്ലാം നമ്മളുടെ മുമ്പിൽ ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് സെർച്ച് എഞ്ചിനാണ്.
ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജുകൾ നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ആ പേജുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ക്രോം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ പേജുകളും അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ സെർച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, സോ എ പ്രോഗ്രാം ദാറ്റ് സെർച്ചസ് ഫോർ ദി ഐഡന്റിഫയബിൾ ഐറ്റംസ് ഇൻ എ ഡാറ്റാബേസ് ദാറ്റ് കറസ്പോണ്ട് ടു ദി കീവേഡ് ഓർ ക്യാരക്ടർ സ്പെസിഫൈഡ് ബൈ ദി യൂസർ. യൂസർ പറയുന്ന ക്യാരക്ടറിനനുസരിച്ച് തൗസൻഡ്സ് ഓഫ് ലിസ്റ്റ് വെബ് പേജുകളിൽ നിന്നും നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ പ്രോഗ്രാമിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിൾ, റൈറ്റ്? ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാറില്ലേ? സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലിസ്റ്റ് ഓഫ് വെബ് പേജ് നമുക്ക് കാണിച്ചു തരും. ആ കീവേഡ് ഉള്ള ലിസ്റ്റ് ഓഫ് വെബ് പേജ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു തരും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കാണുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ആ ഒരു സെർച്ച് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് കാണുന്നത്, ബ്രൗസറിലാണ്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? അത് ഐഡന്റിഫൈ ചെയ്താൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എക്സാമ്പിൾസ് ആർ സെർച്ചിന്റെ എക്സാമ്പിൾ അറിയാവുന്നത് ഗൂഗിൾ, ബിങ്, യാഹു, ബെയ്തു. ബിങ് എന്ന് പറയുന്ന ഒരു നല്ല AI കൂടിയാണ് കേട്ടോ, അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബിങ് അറിയോ? യൂസ് ചെയ്തിട്ടില്ല, അറിയാം സാറേ. ഓക്കെ, ചാറ്റ് GPT പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു AI കൂടിയാണ്. ചാറ്റ് GPTക്ക് 2021 എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ബിങ്ങിന് അതില്ല. ബിക്കോസ് അതിനകത്ത് കൂടുതൽ ഡേറ്റ നമുക്ക് കിട്ടും. ഓക്കെ, എനിവേ ഐ ജസ്റ്റ് എന്തുകൊണ്ടാണ് സാർ അത് എഐയുടെയാന്ന് പറയാൻ കാരണം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ സാറേ, അപ്പൊ നമുക്ക് അത് മനസ്സിലായി. അതല്ല, അത് എന്തുകൊണ്ടാണെന്ന് അത് ബിങ് എന്ന് പറയുന്നത് ആക്ച്വലി ബിങ്ങിന് AI ഉണ്ട്. നിങ്ങളിപ്പോ ബിഗിന്റെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് എൻഡില് ഒരു റൗണ്ടിൽ ബി കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനോട് ചോദിക്കാം. അതുമായി കറസ്പോണ്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ തരും. Then Yahoo, Baidu, AOL, Arts.com, Excite, DuckDuckGo തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. So these are examples for search engine. Now let me show you some questions. Question ഇതാണ് MCQ. സോഫ്റ്റ്വെയറും ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യണം. സോഫ്റ്റ്വെയർ വന്നിരിക്കുന്ന വെബ് ബ്രൗസർ, വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ്, വെബ് ഓർഡറിംഗ്. ഈ കൺസെപ്റ്റുകളുടെ മീനിങ് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓപ്ഷൻ 2 അല്ലേ സർ? ഓപ്ഷൻ 2. ഓക്കെ, സോ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ കണക്ട് ടു വെബ് പേജസ് ആൻഡ് ഡിസ്പ്ലേ വെബ് പേജസ്, റൈറ്റ്? ദെൻ വേർഡ് പ്രോസസർ പറയൂ. Prepare written documents. Spreadsheet, Analyze and summarize. ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയുന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റിലേക്ക് പോകാം. ന്യൂമറിക്കൽ ഡാറ്റ. വെബ് ഓർഡറിംഗ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് വെബ് പേജ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതിനെയാണ്, കൺസെപ്റ്റ് ആണ് വെബ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റിനെ പറ്റി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്നതോടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വെബ് ബ്രൗസർ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ വേർഡ് പ്രോസസർ, പ്രിപ്പയർ ആൻഡ് എഡിറ്റ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ്, MS വേർഡ്, MS നോട്ട് പാഡ്, ഗൂഗിൾ ഡോക്ക്, ലിബർ ഓഫീസ് തുടങ്ങിയതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റയാണ് പ്രധാനമായിട്ടും. മാനേജ്മെന്റ്, ന്യൂമറിക്കൽ ഡേറ്റ അനാലിസിസിന് ഉപയോഗിക്കുന്ന ടൂളാണ് സ്പ്രെഡ്ഷീറ്റ്. എക്സാമ്പിൾ ഗൂഗിൾ ഷീറ്റ്സ് ആർ ദെയർ. ദെൻ MS എക്സൽ, ലിബർ ഓഫീസിലെ ലോട്ടസ് സ്പ്രെഡ്ഷീറ്റ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ദെൻ അടുത്തത് വെബ് ഓർഡറിംഗ് കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് അലൗസ് വൺ ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് വെബ് പേജസ് ആൻഡ് വെബ്സൈറ്റ്സ്. അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ് ഡ്രീം വേവ്, ദെൻ മൈക്രോസോഫ്റ്റിന്റെ ഫ്രണ്ട് പേജ്. ഓക്കെ, ഇതൊക്കെ ഓർക്കുക. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഓക്കെ, സോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ് ആൻഡ് ഗൂഗിൾ ക്രോം മൂന്നും വെബ് ബ്രൗസർ ആണ്.
വെബ് ബ്രൗസർ അല്ലാത്തത് യാഹു ആണ്. ഇതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് അടുത്ത വർഷം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? 4. Safari. ഓക്കെ. Safari. Then മറ്റൊരു ക്വസ്റ്റ്യൻ, ലിനക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? Operating system. Linux is an Operating classic system. example of operating system and open source software കേട്ടോ. അത് രണ്ടും ഓർത്തേക്കുക. സോ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി ഒരു ടേം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. ലാസ്റ്റ് ടേം, ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഈ ടേം പറയുന്നത്. VC-Wing. VC-Wing എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് ഞാൻ പറയാം. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഇന്റർനെറ്റ് വഴിയുള്ളതോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും ആദ്യം കാണിച്ചത്. ഇങ്ങനെ ആയിരിക്കും ഫൈനൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ വാട്ട് യു സീ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് VC-Wing എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ കൺസെപ്റ്റ്? Yes, sir. ഓക്കെ, ഇത്രയും മാത്രം ഓർക്കുക. അതായത് an editor or a program is one that allows the developer to see what will be the end result. എൻഡ് റിസൾട്ട് എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് ആദ്യം കാണിച്ചു തരും. ദെൻ അതിനുശേഷം മാത്രമേ കൺവേർഷൻ നടത്തൂ. നമുക്ക് ആദ്യം റിസൾട്ട് എങ്ങനെയായിരിക്കും കാണിച്ചു തരും. ഒരുപാട് സോഫ്റ്റ്വെയർസ് അങ്ങനെയുണ്ട് VC-Wing ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ നെറ്റ് വഴി ഓൺലൈൻ വഴി കൺവേർഷൻ ഒക്കെ നടത്തുമ്പോൾ വേഡ് ഡോക്യുമെന്റ് ഒക്കെ എഡിറ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നോർമലി ഇത്തരം സോഫ്റ്റ്വെയർസ് ആണ് കാണുന്നത്. ആദ്യം നമുക്ക് റിസൾട്ട് എങ്ങനെയായിരിക്കും കാണിച്ചു തരും, അതിനുശേഷം മാത്രമേ കൺവേർഷനിലേക്ക് പോകും. അത്തരം സോഫ്റ്റ്വെയർസ് ആണ് VC-Wing എക്സാമ്പിൾ. Then this was the question. In internet terminology, what does the acronym VC-Wing stands for? VC-Wing എന്ന് പറഞ്ഞാൽ what you see is what you get. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്, ഐഡന്റിഫൈ ചെയ്യണം. What you see, what get. ഓപ്ഷൻ 2, റൈറ്റ്? 2. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ആദ്യത്തെ സെഷൻ അവസാനിച്ചു. ഹോപ്പ് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഈസി ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ 100% ഫോളോ ചെയ്യണം. അത് കൂടാതെ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു MCQ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അതിലൊരു കോംപ്രമൈസും വയ്ക്കരുത്. ഇന്ന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ, നാളത്തേക്ക് വേറെ MCQ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിവൺ. സീ യു അഗൈൻ ടുമോറോ. ബൈ. Thank you, sir. Thank you, sir.